വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം അടുത്ത മാസം നടക്കും. തുറമുഖത്ത് നിന്ന് ദേശീയപാതയിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനവും ജനുവരിയിൽ ഉണ്ടാകും. റോഡ് തുറക്കുന്നതോടെ കരമാർഗമുള്ള ചരക്ക് നീക്കത്തിനും തുടക്കമാകും. ജനുവരി 2ാം വാരം തന്നെ നിർമ്മാണോദ്ഘാടനം ചെയ്യാനാണ് തുറമുഖ മന്ത്രി വി.എൻ. വാസവന്റെ അധ്യക്ഷതയിൽ കൂടിയ അവലോകന യോഗത്തിലെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ സമയം കൂടി നോക്കിയാവും തീയതി പ്രഖ്യാപിക്കുക. കഴിഞ്ഞ വർഷം ഡിസംബർ 3-ന് വാണിജ്യ പ്രവർത്തനം തുടങ്ങുമ്പോൾ പ്രതിവർഷം 10 ലക്ഷം TEU ചരക്ക് കൈകാര്യം ചെയ്യാനാവുമെന്നായിരുന്നു കണക്ക് കൂട്ടൽ. എന്നാൽ കണക്കുകളെല്ലാം മാറ്റിമറിച്ച് വിഴിഞ്ഞത്ത് ഇതുവരെ 13.25 ലക്ഷം TEU ചരക്ക് കൈകാര്യം ചെയ്തു. 636 കപ്പലുകൾ വന്നുപോയതിലൂടെ 97 കോടി രൂപയുടെ നികുതി വരുമാനവും സർക്കാരിന് ലഭിച്ചു. ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ ഇതുവരെ വന്നിട്ടില്ലാത്ത ഷിപ്പുകൾ, അതിൽ MSC ടർക്കി, MSC ഐറീന, MSC വെറോന ഉൾപ്പെടെയുള്ള ഷിപ്പുകൾ ഇവിടെ വന്നുപോയി എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും കൂറ്റൻ കപ്പലുകളാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ 800 മീറ്റർ ബെർത്താണുള്ളത്. ആ 800 മീറ്റർ ബെർത്ത് 1200 മീറ്ററോടെ വർദ്ധിപ്പിച്ച് 2000 മീറ്റർ ബെർത്താക്കും. അപ്പോൾ കൂറ്റൻ കപ്പലുകൾക്ക് പലതിനും വന്ന് കിടന്ന് ഒരേ സമയം അൺലോഡ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരും. ലോഡിങ്ങിനും കഴിയും. 2ഉം 3ഉം 4ഉം ഘട്ട നിർമ്മാണം ഒരുമിച്ച് തുടങ്ങി 2028-ൽ പൂർത്തിയാക്കാനാണ് കരാർ. ഇതിന്റെ ചെലവ് അദാനിയാണ് വഹിക്കുക. നിലവിലുള്ള 800 മീറ്റർ ബെർത്ത് 2000 മീറ്റർ ആക്കും. പുലിമുട്ടിന്റെ നീളം 920 മീറ്റർ കൂടി നീട്ടും. റെയിൽവേ കണക്ടിവിറ്റിക്കായി ഭൂമി ഏറ്റെടുക്കൽ നടക്കുകയാണ്. അനുബന്ധ വികസനത്തിന് കൂടി ഭൂമി ലഭ്യമായാലേ സംസ്ഥാനത്തിന് ഗുണകരമാവൂ. മീഡിയ 1 തിരുവനന്തപുരം.